പ്രിയപ്പെട്ടവരെ നമസ്കാരമുണ്ട്. ഇപ്പോൾ സമയം കടന്നു വരികയാണ്. വരും മണിക്കൂറുകളിൽ കാത്തിരിപ്പാണ്. ഇപ്പോൾ കൊല്ലം ബീച്ചിലെ സന്ദർശകർ പുതുവർഷത്തെ വരവേൽക്കാൻ ജനങ്ങൾ തിരക്കുമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ എല്ലാ മണ്ണിൻ്റെ കോണുകളിലും ജനത്തിരക്കാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. 2024 പുതുവർഷത്തേക്ക് വരവേൽക്കാൻ പ്രിയപ്പെട്ടവർ സമയങ്ങളെല്ലാം മാറ്റിവെച്ച് ഉറക്കമൊഴിഞ്ഞ് ഒരുപക്ഷെ കുടുംബപരമായിട്ട് തന്നെയാണ് ഇപ്പോൾ കൊല്ലം ബീച്ചിൽ ജനങ്ങൾ സന്ദർശിക്കുന്നത്. അവർക്ക് തീർച്ചയായിട്ടും പുതുവർഷ ആഘോഷങ്ങളിലേക്ക് പങ്കെടുക്കാൻ തന്നെയാണ് കുട്ടികളടക്കം ജനങ്ങളാണ് ഇപ്പോൾ നമുക്കിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഹാപ്പി ന്യൂ ഇയർ. തീർച്ചയായിട്ടും ഒരുപാട് സന്ദർശകരാണ് നമുക്ക് ബീച്ചിൽ കാണാൻ കഴിയുന്നത്. ബീച്ചിൽ നിന്നും വരും മണിക്കൂറുകളിൽ ഇപ്പോൾ അവരെല്ലാം സമാധാനപരമായി മണ്ണിലിരിക്കുകയാണ്. വളരെ സന്തോഷത്തോട് അല്പസമയം കഴിഞ്ഞാൽ മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ജനങ്ങളെല്ലാം പാട്ടും വരവേയും ഒക്കെ നമുക്ക് കാണാം. അല്പസമയം കഴിഞ്ഞ് ഇപ്പോൾ കുഞ്ഞു കുട്ടികളടക്കം വളരെ സന്തോഷത്തിൻ്റെ ഒരു വേളയാണ്. ഇപ്പോൾ മിന്നിക്കത്തുന്ന ബലൂണുകളുമായാണ് കുടുംബപരമായിട്ടാണ് ഇങ്ങനെ ഒരു ദിവസം അല്ലെങ്കിൽ പുതുവർഷം എല്ലാവരും വളരെ ജാഗ്രതയോട് തന്നെയാണ് സന്തോഷിക്കാൻ ഒരുപക്ഷെ കഴിയുന്നത്. തീർച്ചയായിട്ടും കുടുംബമായിട്ടാണ് അവർ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി കാണാൻ മാതാപിതാക്കൾക്ക് അവർ കണ്ടെത്തിയ ഒരു സമയം അല്ലെങ്കിൽ ആ സമയമെല്ലാം മാറ്റിവെച്ച് ഇന്നിങ്ങനെ ഒരു ദിനം 2024 പുതുവർഷത്തെ വരവേൽക്കാൻ കുട്ടികളടക്കം വളരെ സന്തോഷത്തിൻ്റെ ഓണമൊന്നും അല്ല, ഇത് ക്രിസ്മസ് ഒന്നും അല്ല, നല്ലൊരു ദിനമാണ്. പുതുവർഷത്തെ വരവേൽക്കാൻ ലോകമൊട്ടുക്കാ ഉള്ള ജനങ്ങളാണ് കൊല്ലം ബീച്ചിൻ്റെ മണ്ണിൽ പുഞ്ചിരിയുടെ താളങ്ങളും നിറങ്ങളും ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത്. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷം, എല്ലാ പുതുവർഷ ആശംസകളും നേരുന്നു. അവരുടെ ചെറുപ്പക്കാരാണ് നമ്മളെ കൊല്ലത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ കാലം. നിങ്ങളെ പുതുവർഷമല്ലേ, എന്തുണ്ട് വിശേഷങ്ങൾ? പുതുവർഷത്തെ എന്താണ് അനുഭവങ്ങൾ? ഇനി നിങ്ങൾക്ക് വലിയ ഉദ്ദേശം നല്ലൊരു മനുഷ്യനാവാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ, അതെ തീർച്ചയായിട്ടും അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. കാരണം നമ്മളെ നാട് ഒരുപാട് വാർത്തകളിലൊക്കെ ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെ നിറഞ്ഞു നിന്ന കേരളമാണ്. പക്ഷേ ഇനി നല്ലൊരു വാർത്തകളൊക്കെ വരട്ടെ, നിങ്ങളെ പോലുള്ളവരൊക്കെ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ, ഒരു മാതൃകയായി മാറട്ടെ. തീർച്ചയായിട്ടും ആയിക്കോട്ടെ. കൊല്ലത്ത് നിന്നും പ്രതി എന്താണ് പേര്? മുസ്തഫ. എവിടെ മുസ്തഫ സ്ഥലം? താരമാണല്ലോ മുസ്തഫ. കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം വെറൈറ്റി എല്ലാവരും അങ്ങനെ വെറൈറ്റി ആവാൻ പറ്റത്തില്ല. എല്ലാവരും ഓക്കെ. അപ്പൊ എന്താണ് പേര്? പുതുവർഷം എന്താണ് എന്താ കഴിച്ചു വല്ല കഴിച്ച പട്ടിണിയാ? നീ വീട്ടിൽ പോയാണ് ആഹാരം കഴിക്കുന്നത്? എത്ര മണിക്ക് വന്ന ഇവിടെ ബീച്ചില്? വീട്ടുകാർ തിരക്കുവോ? ഇന്ന് നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തിരിക്കുക അല്ലേ? വീട്ടുകാർ തിരക്കേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പൊ ഓക്കെ, എന്തായാലും പുതുവർഷം നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. തീർച്ചയായിട്ടും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും വളരെ സന്തോഷം, നല്ല ദിനം നേരുന്നു. വരാൻ പോകുന്ന പുതുവർഷങ്ങളിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും വരട്ടെ എന്ന പ്രാർത്ഥനയോടെ KM മീഡിയ തീർച്ചയായിട്ടും അടുത്ത ദൃശ്യങ്ങളിലേക്ക് പോകുവാണ്. തീർച്ചയായിട്ടും ഓക്കെ. എന്തുകൊണ്ട് ചൂട് ചായയാണോ? ഹാപ്പി ന്യൂ ഇയർ. ഡിസംബർ മാസം നല്ലൊരു മാസമാണ് അല്ലേ? ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പിയൊക്കെ കുടിക്കാനും ചൂട് ചായ കുടിക്കാനുള്ള ഒരു മാസം. അതെ നല്ലൊരു ദിനമാണ്. നമ്മളെ കൊല്ലം ബീച്ചിന്റെ ഈ മണ്ണിനെ കുറിച്ച് എന്താ പറയുന്നത്? വലിയവരും ചെറുതും ഒക്കെ ഉള്ളവരാണ് ഈ മണ്ണിൽ വന്നിട്ട് പോകുന്ന സാക്ഷിയാവുന്നത്. ഈ മണ്ണിനെ കുറിച്ച് എന്താ പറയുക? ഈ മണ്ണിനെ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. ഈ മണ്ണില് വളരെ ദുഃഖങ്ങളും പ്രയാസങ്ങളെല്ലാം ഈ മണ്ണിൽ സാക്ഷിയായി പോകുന്നവരുണ്ട്, പ്രയാസം ഇല്ലാത്തവരുണ്ട്. ഈ മണ്ണി എല്ലാവർക്കും വരുമ്പോൾ ഒന്ന് ഇരിക്കണം, ഒന്ന് കിടക്കണം. എന്താണ് വീട്ടിൽ മാർബിളിൽ പോലും ആരും കിടക്കാറില്ല. ഈ ബീച്ചിന്റെ മണ്ണി വന്നേ കിടക്കുക. എന്താണ് ഈ രഹസ്യം? നമ്മളെ പ്രകൃതിയുടെ രഹസ്യം. മണ്ണില് ജനനവുമുണ്ട് മരണമുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ പുതുവർഷം ആഘോഷിക്കാൻ ഈ മണ്ണ് സാക്ഷിയാവാണ് അല്ലേ? ജനിക്കുന്നവർക്ക് ഹാപ്പി ന്യൂ ഇയർ. അതെ ഓക്കെ. തീർച്ചയായിട്ടും. അപ്പൊ അതേപോലെ തന്നെ നമ്മളെ ഈ വേളയിൽ നമ്മൾ പറയാണ് വാഹനങ്ങളുടെ സ്പീഡ് കുറയ്ക്കുക, സ്പീഡ് കുറച്ചാൽ വീട്ടിലെത്തും എന്നുള്ള ഒരു സന്ദേശവും കൂടെ നിങ്ങൾ എല്ലാവരും മദ്യവെച്ചല്ല, സ്പീഡ് കുറയ്ക്കുക. മദ്യം പറഞ്ഞാൽ കാര്യമല്ല, സർക്കാർ കൊടുത്തോണ്ടിരിക്കുക. ആർക്കുവാണെങ്കിലും കൊടുക്കുക, ആർക്കുവാണെങ്കിലും കുടിക്കാം. പക്ഷേ സ്പീഡ് കുറച്ചാൽ നിങ്ങൾക്ക് വീട്ടിലെത്തും. അങ്ങനെ ഒരു സന്ദേശവും കൂടെ നിങ്ങളോടൊപ്പം പറയാണ്. അപ്പോൾ തത്സമയം പോവാണ്. സ്പീഡ് കുറച്ചാൽ സ്പീഡ് നിങ്ങൾക്ക് ലഹരിയാവരുത്.
സ്പീഡ് നിങ്ങൾക്ക് ലഹരിയാവരുത്. തീർച്ചയായിട്ടും ലഹരിയായി കഴിഞ്ഞാൽ നിങ്ങൾ മോറത്തിരിക്കും. അതാണ് നമ്മളെ അടയാളം. മനസ്സിലായി? അതുകൊണ്ടാണ് പറഞ്ഞത് ജനനത്തിനും നമ്മൾ ആദ്യമേ ചിന്തിക്കുക. ആ ഒരു സന്ദേശവും കൂടെ കൊടുക്കുകയാണ്. നമ്മൾ ഒരുപാട് വാർത്തകളാണ് നമ്മൾ വണ്ടി മരണത്തിനും ഒരേ തുല്യം കൊടുക്കുന്നതാണ് ഈ കടപ്പുറം. തീർച്ചയായിട്ടും അങ്ങനെ ആയിക്കോട്ടെ. അതെ, പുതുവർഷത്തെ നമുക്കിപ്പോൾ തന്നെ കാണാം. വളരെ പുഞ്ചിരിയോടെ കുഞ്ഞുങ്ങൾ നമ്മളെ മുന്നിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. യെല്ലോ കളറൊക്കെ ഇട്ട് ജോഡിയൊക്കെ ഇട്ട് അവരിപ്പോൾ ഓടി നടക്കുവാണ്. പുതുവർഷത്തെ വരവേൽക്കാൻ രാത്രി ഇത്രയും സമയം കുടുംബമായിട്ട് ഈ ഒരു അവസരമാണ് അവർ കിട്ടിയത്. കാരണം 11-10 മണിയായി കഴിഞ്ഞാൽ ബീച്ച് അങ്ങനെ ഫ്രീ ആവും. ബീച്ചിലും മണ്ണിയും ആരും കാണില്ല. പക്ഷേ എന്നാൽ ഇന്നത്തെ ദിവസം പുതുവർഷം 11 മണിയും 12 മണിയും 1 മണിയൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുടുംബപരമായിട്ട് കുട്ടികളടക്കം ഈ ബീച്ചിൽ ഈ മണ്ണിൽ സാക്ഷിയാവുകയാണ്. വരും മണിക്കൂർ പുതുവർഷത്തെ സാക്ഷിയാക്കാൻ നമ്മളുടെ പ്രിയപ്പെട്ട എല്ലാവരും കുട്ടികളടക്കം അവരിപ്പോൾ സന്തോഷത്തിൻ്റെ ഒരു വേളയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. കുട്ടികളുടെ സന്തോഷം കാണുവാനാണ് കൂടുതലും എല്ലാവരും ആഗ്രഹിക്കുന്നത്. രാത്രിയൊക്കെ അവർക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ഈ പുതുവർഷം വരുമ്പോഴാണ് രാത്രിയിലൊക്കെ ഇരുന്നതോ ഇങ്ങനെ മണശില്പങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ വലിയൊരു കുട്ടി മണശില്പമൊക്കെ എന്തൊരു സന്തോഷമാണ്, എന്തൊരു നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നീ വലിയ ലക്ഷമുള്ള കാർ കൊടുത്താൽ പോലും ഇത് സന്തോഷമില്ല. മണ്ണിലിരുന്ന് ഇങ്ങനെ മണ്ണ് വാരി കളിക്കാൻ. അതാണ് കുഞ്ഞുങ്ങൾ. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതാണ് മണ്ണിലിരുന്ന് കളിക്കുക. മണ്ണിൽ ചവിട്ടിയാൽ അവർക്ക് രോഗം പോലും മാറും. ഈ മണ്ണിൽ ചവിട്ടിയാൽ അതാർക്കും അറിയത്തില്ല. കുട്ടികളെ ചെരുപ്പ് ഊരിയിട്ട് ഓടിച്ചാൽ അവർക്ക് ഒരു അസുഖം പോലും വരത്തില്ല. അതാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ മണ്ണിൽ പഠിക്കുക. അത് ഈ അവസരത്തിൽ പറയാം. കൊല്ലം ബീച്ചിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കുഞ്ഞുങ്ങൾ പറയേണ്ട പുതുവർഷത്തെ വരവേൽക്കാൻ എന്തൊക്കെയാണ് മേടിച്ചു വെച്ചേക്കുന്നവരെ കയ്യിൽ സെറ്റപ്പായിട്ട് നിൽക്കുകയാണ്. വരും മണിക്കൂറുകൾ ഇരുന്ന് കാണിക്കുമെന്ന്. പുതുവർഷത്തിൽ എങ്ങനെയാണ് ഒന്ന് കാണീര്. അത് പുതുവർഷത്തെ വരവേൽക്കാൻ നാണ്ട കൊല്ലം ബീച്ചിന്റെ മണ്ണിൽ തയ്യാറാക്കിയിരിക്കുന്നത് എന്തുവാണ് ഇതിന്റെ ഇത് ഉത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം. ഇങ്ങോട്ട് ഒന്ന് കാണീര്. എൻ്റെ പൊന്നെ, ഇത് പുതുവർഷത്തെ വരവേൽക്കാൻ താഴെ നിന്ന് ഇങ്ങോട്ട് വന്ന് വീഴാൻ പോവാന്ന പോലെ ഇങ്ങോട്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ മാറി കിടിലായിട്ടുണ്ട്. ഇത് പൊന്നുപോലെ കൊള്ളാം, കിടിലം തയ്യാറെടുപ്പ്. ഇതാരാ? അയ്യോ എൻ്റെ പൊന്നെ, പുതുവർഷം എന്താ ഇപ്പോൾ വരാൻ പോകുന്ന സമയമാണ്. ഇതാണ് ഇതിൻ്റെ ട്യൂണിങ്. നീ വിചാരിച്ചെങ്കിലും ഇവിടെ പുതുവർഷം വരാൻ പറ്റുമോ? എന്തായാലും ഒന്നും കാടി ഊതൊന്ന്. ഇത് ആരാ കണ്ടുപിടിച്ചത്? ഇത് ഊത്ത് കഴിഞ്ഞ വർഷം ഇത് ഊത്ത് മേടിച്ചായിരുന്നാ? കഴിഞ്ഞ വർഷം ഇന്നിപ്പോൾ കുറവായിരുന്നു. മോനെ അവിടെ സ്റ്റാർട്ടിങ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നീ ഇത് പറ വരും ഊത്തങ്ങോട്ടെ. എന്തായാലും എന്താ പേര് മോൻ്റെ? എന്തുവാ? ആ, മോൻ്റെ എവിടെ സ്ഥലം? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? എന്താ ആ, മോൻ എങ്ങനെ പാട്ടൊക്കെ പാടാൻ അറിയാവോ? പാട്ടൊക്കെ പാടാൻ അറിയാമോ മോന്? സ്കൂളിൽ മിടുക്കനാണോ പഠിക്കാൻ? സ്കൂളിൽ പഠിക്കാനാണോ? അന്ന് ചെറിയൊരു പാട്ട് പാടാം. ന്യൂ ഇയറിൻ്റെ എന്തെങ്കിലും ഒരു ട്യൂണിങ് ഇട്ട് തരാമോ? എനിക്കിത് രക്ഷപ്പെടുത്താന്ന് വൈറലാക്കാനാ. ഇങ്ങോട്ട് വാ. എനിക്ക് തോന്നുന്നു നിന്നെ കൊണ്ട് ഐഡിയ എന്തെങ്കിലും ഒന്ന് കാണീര്. ഏതെങ്കിലും വകുപ്പൊന്ന് ചെയ്യാൻ പോലെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? ഏതെങ്കിലും പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമുക്ക് ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ സമയം, ഈ പുതുവർഷ സമയമാണ്. ഇവർക്കൊക്കെ ഇവിടെ ബീച്ചിൽ വരാൻ പറ്റിയൊരു സാഹചര്യം ഇത്രയും സമയം നേരിട്ട് കൊണ്ട് വരും മണിക്കൂറുകളിൽ കുട്ടിയായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ആ കുഞ്ഞു കുട്ടിയിലേക്ക് പോകാൻ നീ മോള് പറ, എന്താണ് പുതുവർഷത്തെ പാട്ട് പാടും? എന്താണ് പാട്ട്? സ്കൂളിലൊക്കെ പാടിയ പാട്ട് മോക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട് പാടും? പുതുവർഷം ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ. വലിച്ചു പറ. മിടുക്കി. അപ്പം മിടുക്കി. മോളെ പേരെന്താണ്? ആരാണ് കോസ്റ്റ്യൂമൊക്കെ കിട്ടുന്നത്? കൊള്ളാലി. പാവാട എനിക്ക് തരുമോ? അടിപൊളി പാവാട. ഉടുപ്പുണ്ടല്ലോ, അടിപൊളി ഉടുപ്പ്. ഈ ഉടുപ്പും പാവാടൊക്കെ മേടിച്ചു കൊടുത്തത് എന്തിനാ നല്ലത്? ഒരു പാട്ട് പാട്. ഈ വള എനിക്ക് തരുമോ? ഓണത്തിന് സ്കൂളിൽ പാടിയായിരുന്നാ? കഷ്ടം മോള് പോകുന്നത്. കുഴപ്പമില്ല. ഒരു സെക്കൻഡാ. ഓക്കെ, മിടുക്കി കേട്ടാ. ഇന്ന് എന്തുവാ വന്നത്? ഇന്ന് വിശേഷം എന്തുവാ ഇവിടെ വന്നത്? ഇന്ന് എന്താ ഇവിടെ വന്നത്? വരാൻ കാര്യം എന്താ സാറ് ചോദിക്കുമല്ലോ. എവിടെ പോയി ഉറക്കം ഒഴിഞ്ഞ് ഇന്നലെ എവിടെ പോയെന്നൊക്കെ ചോദിക്കും. എന്താ പറയും? ആ, പുതുവർഷം ആഘോഷിക്കാൻ പോയില്ലേ? ആണോ? കൊല്ലം ബീച്ചിൽ നിന്നുള്ള കുഞ്ഞ് മനസ്സിൻ്റെ ഉടമയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത്. തീർച്ചയായിട്ടും പോയി വരാം. ഭയങ്കര ബഹളമായിരിക്കും. എന്താ പറയുന്നത്? മോൻ്റെ പേരെന്തുവാ? അബ്ദുൽ. അപ്പോൾ തീർച്ചയായിട്ടും മോനെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ അവിടെ നിന്ന് പറഞ്ഞേ ഹാപ്പി. ഓക്കെ, താങ്ക് യു. നല്ലതായിരിക്കട്ടെ. നല്ല ദിനം നേരുന്നു.
അപ്പോൾ എല്ലാ ഐശ്വര്യത്തിൻ്റെ നല്ല ദിനം വരട്ടെ. ഞെട്ടിക്കുന്ന വാർത്തകളൊന്നും നമ്മുടെ നാട്ടിൽ വരാതെ കുട്ടികൾക്കൊക്കെ കേൾക്കുന്ന വാർത്തകളും കൂടെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ കേരളം മുങ്ങി കേരളം ഒരുപക്ഷെ ഞെട്ടിക്കുന്ന വാർത്തയിലൊക്കെ കേരളം ഇങ്ങനെ നിറഞ്ഞു നിന്ന സമയത്ത് അതിനിടയിൽ നമ്മളെ പുതുവർഷവും വന്ന് നല്ല വർഷം തേടിയെത്തുന്നു. നമ്മളെ ആ നല്ല വർഷം തേടിയെത്തുന്ന നല്ല വർഷം തന്നെ ആയിരിക്കട്ടെ. കേരളം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞെട്ടിക്കുന്ന വാർത്തകളിലൊക്കെ കേരളം നിറഞ്ഞു നിൽക്കുമ്പോൾ വരാൻ പോകുന്ന 2024 പുതുവർഷമെങ്കിലും നല്ല നല്ല വാർത്തകളായിരിക്കട്ടെ. നമ്മളെ നാട്ടിൽ കേരളം 2 മണിക്കൂർ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഇരിക്കുന്ന ജനങ്ങളെല്ലാം മാറി മലയും. പക്ഷേ ഇവരെല്ലാം ആവേശത്തിലായിരിക്കും വരാൻ പോകുന്ന മണിക്കൂറിൽ. തമിഴ് സൊല്ല് ഇവിടെ തമിഴ്നാട്ടുകാരോട് എന്തോ പറഞ്ഞോ, തമിഴ് പറഞ്ഞോ. ഇനിയ തമിഴ് പുത്താണ്ട് നൽവാഴ്ത്തുക്കൾ. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും പിന്നെ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. എന്താ എല്ലാവരും നേരുന്നു. നല്ല തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഹാപ്പി ന്യൂ ഇയർ നേരുന്നു. തീർച്ചയായിട്ടും എന്താണ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. ഇനിയിപ്പോൾ എപ്പോഴാണ് ഇവിടെ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ മോൻ എന്ന് പറഞ്ഞാൽ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, വിടപ്പെട്ടവരെ ഇങ്ങനെ ഒരു ന്യൂ ഇയർ ആഘോഷം ഈ സമയം എന്ന് പറഞ്ഞാൽ 10 മണി കഴിഞ്ഞാൽ ബീച്ചിൽ നിന്നും പോകുന്ന ജനങ്ങൾ ഇപ്പോൾ ഈ അവസരത്തിൽ പുതുവർഷത്തിൻ്റെ അവസരത്തിൽ കുടുംബമായും കുഞ്ഞുങ്ങളുമായും ഇരിക്കാനൊരു അപ്പോൾ സാഹചര്യമായി അല്ലെങ്കിൽ ഈ വേളയിൽ കുഞ്ഞു കുട്ടികളായി സന്തോഷിക്കുകയാണ്. 11 മണിയും 12 മണിക്കൊക്കെ ബീച്ചിൽ ഇരുന്ന് ശീലമില്ലാത്തവർക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. രാത്രി കാലങ്ങളിൽ വീട്ടിലോടുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ അവർക്കിപ്പോൾ ഈ ഒരു അവസരം പാഴാക്കാതെ അവർ മാതാപിതാക്കളോടൊപ്പം ഉറങ്ങാതെ ഈ വേളയിൽ അവരൊക്കെ ഇപ്പോൾ പുഞ്ചിരിയുടെ താളങ്ങളാണ് അവരുടെ മനസ്സിലെല്ലാം. കുഞ്ഞു കുട്ടികൾക്ക് കത്തി അണയുന്ന ബലൂണൊക്കെ കാണിപ്പിച്ച് അവരെ അടക്കി ഒതുക്കി സെൻട്രൽ ഇരുത്തിയിരിക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ ഇവിടെ ഒരുപക്ഷെ ഈ കുട്ടികളൊക്കെ കുരവിടുന്ന കാണാം. ഈ നിശബ്ദതയായിരിക്കുന്ന ഈ മലയാളികളെയൊക്കെ സ്വഭാവം അറിയാമല്ലോ. ഒരാൾ തുടങ്ങുമ്പോൾ അടുത്ത ആൾ തുടങ്ങും. ഇപ്പോൾ അവരെല്ലാം ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴാണ് ഇവരൊക്കെ പാവം, കുട്ടികളൊക്കെ പാവം എന്നൊക്കെ പറയുന്നവർ ഒരുപക്ഷെ കിടിലമായിരിക്കും. ആയിക്കോട്ടെ. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അവരെല്ലാം സന്തോഷത്തിൻ്റെ ഒരു വേള തന്നെയാണ്. ഇപ്പോൾ നമുക്ക് സന്തോഷത്തിൻ്റെ ദിനമാണ്. ഇങ്ങനെ ഒരു ദിവസം ഇനി കടന്നു വരാൻ ഇനിയൊരു ദിവസം കാത്തിരിക്കേണ്ടി വരും. പക്ഷേ എന്നാൽ ഈ 2024 അവർ ഈ നിമിഷ നേരം എണ്ണിത്തീരാവുന്ന സമയം അല്ലെങ്കിൽ 1 മണിക്കൂർ, 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളെ കൊല്ലം ബീച്ചിൽ കുരവയുടെയും താളത്തിൻ്റെയൊക്കെ മേളങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ എല്ലാ സമയങ്ങളും മാറ്റിവെച്ച് കുടുംബമായി ഇവിടെ കൊല്ലം ബീച്ചിൻ്റെ മണ്ണിൽ സ്ഥിതി ഉറപ്പിച്ചിരിക്കുകയാണ് ജനങ്ങൾ. ഇത് കാണാതെ അവരാരും വീട്ടിൽ പോകില്ല. അത്രത്തോളം ഉറപ്പായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ന്യൂ ഇയർ കഴിയാതെ ഈ മണ്ണിൽ നിന്ന് എണീക്കത്തില്ല. അങ്ങനെയാണ് നമ്മളുടെ മലയാളികളുടെ ഒരു കൗതുക കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. സന്തോഷമാണല്ലോ അമ്മക്ക് എപ്പോഴും സന്തോഷമാണല്ലോ. സന്തോഷം എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്താൽ കിട്ടുന്ന സാധനമാണോ? സന്തോഷം അല്ലേ? പൈസ കൊടുത്താൽ കിട്ടുന്നതാണോ ഈ സാധനം സന്തോഷം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും പുതുവർഷത്തെ സന്തോഷിക്കാൻ ഇങ്ങനെ കുടുംബമായിട്ട് വന്ന് കിടക്കുക അല്ലെ, തീർച്ചയായിട്ടും നിങ്ങളുടെ സന്തോഷമാണ്. നിങ്ങളെ എല്ലാം കുടുംബത്തിൻ്റെ ഒരു ഐശ്വര്യം നമുക്ക് പറയാൻ കഴിയില്ലേ ഇന്ന ദിവസം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും ഇവരെല്ലാം ഹാപ്പി. എന്തിനു പഠിക്കാൻ മോൻ? തീർച്ചയായിട്ടും മോൻ്റെ പേരെന്തുവാ? തീർച്ചയായിട്ടും ഇവിടെ എന്താണ് നമ്മളെ സുഖമാണോ? പിന്നെ സുഖം തന്നെ. തീർച്ചയായിട്ടും പുതുവർഷത്തെ വരവേൽക്കാൻ ഇങ്ങനെ സെറ്റപ്പായിട്ട് ഇറങ്ങി ഇതെന്തോ ചെയ്മാരെയൊക്കെ ഇട്ടിട്ട് ഇതെന്താണ്? തീർച്ചയായിട്ടും ഇവിടെ വന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ പുതുവർഷത്തെ വരവേൽക്കാൻ നിങ്ങളുടെ ചെറുപ്പക്കാർ ക്ലാസ് വെക്കട്ടെ. എന്നാ പിടിച്ചോ. അല്ലെങ്കിൽ സന്തോഷമാണ് നമുക്ക് പുതുവർഷം. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സെറ്റപ്പായിട്ട് കെ മീഡിയയുടെ മുമ്പിൽ ഒന്ന് പറയാനൊരു പിക്കപ്പ് കാണിച്ചതിൽ സന്തോഷമുണ്ട്. ക്ലാസ് ഒക്കെ വെച്ച് അല്ലേ, ഞാൻ തന്നെയാണ് ഇവിടുത്തെ സെറ്റപ്പ് ഒന്ന് കാണിക്കുകയാണ് അല്ലേ. തീർച്ചയായിട്ടും ആയിക്കോട്ടെ. എല്ലാ ഐശ്വര്യം നേരുന്നു. ഈ ചെറുപ്പക്കാരൻ്റെ എല്ലാ ആശംസകളും. പിന്നെ ഹാപ്പി ന്യൂ ഇയർ പറ. ഹാപ്പി ന്യൂ ഇയർ. നീ വരാൻ പോകുന്ന നല്ല നാളുകളാണ്.
വരാൻ പോകുന്ന വർഷങ്ങളൊന്നും കുഴപ്പങ്ങളൊന്നും കാണിക്കരുത് ഇല്ലേ? അതും കൂടെ പറയാം. നല്ലൊരു ചെറുപ്പക്കാരനായിട്ട് വരുക. നമ്മളെ നാട് ഞെട്ടിക്കുന്ന വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നൊരു നാടാണ്. ഇനി വരുന്ന വർഷമെങ്കിലും നല്ലതൊക്കെ കേൾക്കട്ടെ നമ്മൾ ആഗ്രഹിക്കുക. കടലിൽ അത് നല്ലൊരു കാര്യം, നല്ലൊരു സന്ദേശമാണ് അതേ കൊടുത്തത്. അപ്പൊ തീർച്ചയായിട്ടും കെ മീഡിയയുടെ എല്ലാ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ആയിക്കോട്ടെ. ചാനലിന് വേണ്ടി തീർച്ചയായിട്ടും ഓക്കെ താങ്ക് യു മോനെ, താങ്ക് യു വെൽക്കം. ആയിക്കോട്ടെ തീർച്ചയായിട്ടും താങ്ക് യു. എല്ലാവരും സെറ്റപ്പായിട്ടിരിക്കുകയാണ്. ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. 12 മണിക്ക് ഹാപ്പി ന്യൂ ഇയർ. വരട്ടെ. അതിനു വേണ്ടിയാണ് നമ്മൾ ആവേശം എടുക്കുന്നത്. അതല്ല നമ്മൾ അപ്പൊ പറയുന്നത് ഇപ്പൊ പറയുന്നത് ഒക്കെ തീർച്ചയായിട്ടും ഹാപ്പി ന്യൂ ഇയർ. പിന്നെ അണ്ണൻ എന്തൊക്കെയുണ്ട് വിശേഷം? എന്നാൽ സുഖം തന്നെ മോനെ, സുഖമാണ്. എന്തുണ്ട് അടിവ് സെറ്റപ്പ് ആണല്ലോ ഇപ്പം, ഭയങ്കര സെറ്റപ്പ് ഉണ്ടല്ലോ. ഇതാണ് സെറ്റപ്പാണ്. ആ മീഡിയക്ക് വന്ന് തന്നത് ഇതാണ് സന്തോഷം. ഓട് ഹാപ്പി ന്യൂ ഇയർ. എൻ്റെ പേര് ശില്പി രാജേന്ദ്രൻ. ഞാനാണ് മണശില്പങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ അടുത്ത് തന്നെ തീർച്ചയായിട്ടും കെ മീഡിയ തീർച്ചയായിട്ടും ആയിക്കോട്ടെ. എല്ലാം സന്തോഷം ആയിക്കോട്ടെ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ താങ്ക് യു. കെ മീഡിയ എല്ലാ സന്തോഷം നേരുന്നു. എന്തായാലും ഹാപ്പി ന്യൂ ഇയർ. ജനങ്ങളെല്ലാം വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിനം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ എല്ലാം നമുക്ക് പോകാം, എല്ലായിടും എത്താം. ഇവിടെ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ പുതുവർഷത്തെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകരാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും വന്നോളൂ. തീർച്ചയായിട്ടും എന്തുണ്ട് എല്ലാവർക്കും വരാൻ ബുദ്ധിമുട്ടാണ്. അങ്ങോട്ട് പോകാൻ ഞാൻ എന്തുണ്ട് ഒരു ആദരങ്ങളല്ല. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും കൂടെ സെറ്റ്. എല്ലാവരും കുടുംബമായിട്ട് വന്നിരിക്കുകയായിരിക്കും അല്ലേ? ഇന്നെങ്കിലും കാണാൻ കഴിഞ്ഞു പുതുവർഷത്തെ. എന്തായാലും ഉറക്കോടിയാൻ വന്നിരിക്കുക. നേരത്തെ 8 മണിയാകുമ്പോൾ ഉറങ്ങുന്ന ആളായിരിക്കുന്നത് അല്ലേ? അപ്പോൾ പുതുവർഷം വരവേൽക്കാൻ വന്നിരിക്കുക തയ്യാറെടുത്ത്. ആയിക്കോട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഹാപ്പി ന്യൂ ഇയർ. മരിച്ചോറ ഇത് പോരാ പറ. മിടുക്കൻ കണ്ട അവർ ഹാപ്പി ന്യൂ ഇയർ കുടുംബമായിട്ടാണ് വന്നിരിക്കുന്നത്. തയ്യാറെടുപ്പിലാണ് വന്നത്. ഹാപ്പി ന്യൂ ഇയർ. തീർച്ചയായിട്ടും സങ്കടത്തോടെ തന്നെ പറയേണ്ടത്. വലിച്ചു തന്നെ പറയട്ടെ. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ കൊല്ലം ബീച്ചിൽ കാണുന്ന വരാൻ പോകുന്ന മണിക്കൂറുകളിൽ കൊല്ലം ബീച്ചിൽ വന്നിരിക്കുന്ന സന്ദർശകർക്ക് കാത്തിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ പുതുവർഷത്തെ വരവേൽക്കാൻ പ്രിയപ്പെട്ടവർ കാത്തിരിക്കുകയാണ്. എല്ലാ സമയവും നീക്കിവെച്ച് നമ്മളുടെ നാടിൻ്റെ എപ്പോഴും എല്ലാ വർഷവും വരുന്നൊരു മാതൃകയായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു ജാഗ്രതയാണ്. അല്ലെങ്കിൽ ആ വേളയിൽ ഈ ജനങ്ങളെല്ലാം വളരെ പുതുവർഷത്തെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന ആ വേളയിൽ തീർച്ചയായിട്ടും പുതുവർഷം എന്ന് പറയുമ്പോഴത്തേക്ക് ജനങ്ങൾക്കൊരു കാഴ്ച തന്നെയാണ്. അവർക്കെല്ലാം ഒരു മാറ്റം വരട്ടെ, അല്ലെങ്കിൽ പുതുവർഷം നല്ല ദിനം വരട്ടെ. എന്ന് പറയുമ്പോൾ പിണറായിയുടെ സ്വന്തമാണ്. അല്ല കെ എല്ലാം പിണറായിൻ്റെ അതല്ലേ? പുതുവർഷത്തെ വരവേൽക്കാൻ കൊല്ലം ബീച്ചിൽ സന്ദർശകർ ഇപ്പോൾ അനക്കം വെച്ച് കഴിഞ്ഞ് വരും മണിക്കൂറുകളിൽ വരും സമയം അടുത്ത് വരുന്നുണ്ട്. ജനത്തിരക്കാണ് ഇപ്പോൾ. പൂക്കലും നിലവിളിയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ
ഇപ്പോൾ കാഴ്ചകളിലെല്ലാം. ജനത്തിൻ്റെ ആവേശങ്ങളാണ് ഇപ്പോൾ കാഴ്ചകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും കാഴ്ചകളിലേക്ക് പോകാം നമുക്ക്. ഹാപ്പി ന്യൂ ഇയർ. തീർച്ചയായിട്ടും എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ താങ്ക് യു ആശംസകൾ. ഓക്കെ ആയിക്കോട്ടെ. താങ്ക് യു. ഓക്കെ താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓക്കെ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ താങ്ക് യു. തീർച്ചയായിട്ടും സന്ദർശകർ വന്ന്